ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ 10ാം ദിനത്തിലും അഴിഞ്ഞാട്ടം തുടരുകയാണ്. 2ാം ശനിയാഴ്ചത്തേക്ക് കടക്കുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 73 കോടിയിലേക്കും വേൾഡ് വൈഡായിട്ട് സിനിമ 240 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വരുന്നത് 5/4/2025, അതായത് 10ാം ദിനത്തിലെ കേരളത്തിലെ അഡ്വാൻസ് സെയിൽ ഡാറ്റ പുറത്തുവിടുകയാണ്. ഇതിനോടകം തന്നെ എല്ലാ ദിവസങ്ങളിലും സിനിമ മികച്ച റെസ്പോൺസ് തന്നെയാണ് വന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 9ാം ദിവസം സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 9,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. അത് ഇന്ന് തന്നെ എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ജില്ല തിരിച്ചുള്ള ആ ഒരു കണക്കുകളിലേക്ക് നമുക്ക് കടന്നു വരാം. കാസർഗോഡ് 24ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 695ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ 99,000 രൂപയാണ് അവിടെ വന്നേക്കുന്നത്. 9.17% ഓക്യുപ്പൻസി. കണ്ണൂർ 109 ഷോകളിൽ നിന്ന് 6,538 പേരോളം സിനിമ കണ്ടപ്പോൾ 9,34,000 രൂപയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഗ്രോസ് ആയിട്ട് 25% മുകളിലാണ് ഓക്യുപ്പൻസി. കോഴിക്കോട് 178 ഷോകളിൽ നിന്ന് 8,788 ആളുകൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 13,97,000 രൂപയാണ് വന്നത്. അതും 18% ഓക്യുപ്പൻസിയിൽ. 32 ഷോകളാണ് വയനാട് ഉള്ളത്. 1000 മുകളിലുള്ള ആളുകൾ, 1,100 ആളുകളാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 1,46,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതും പ്രീസെയിലാണ് ഈ പറയുന്നതെല്ലാം. 15.80% അതിൻ്റെ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. മലപ്പുറത്ത് 123 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 5,135 ആളുകൾ ടിക്കറ്റ് എടുത്തു. 6,50,000 മുകളിൽ എമൗണ്ട് ഗ്രോസായി വരികയും 14% ഓക്യുപ്പൻസി വരികയും. പാലക്കാട് 99% ഷോയാണുള്ളത്. അതിനകത്തിൽ 3,388 പേര് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. 4,58,000 രൂപയാണ് പാലക്കാട് നിന്ന് വന്നിരിക്കുന്നത്. 10% ഓക്യുപ്പൻസി. തൃശ്ശൂർ 179 ഷോകളിൽ നിന്ന് 9,962 പേര് ടിക്കറ്റ് എടുത്തപ്പോൾ 14,46,000 രൂപയോളം വന്നു. അത് 17.87% ഓക്യുപ്പൻസി. കൊച്ചിയിൽ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നതും അതേപോലെ തന്നെ ഷോകളുമുള്ളത്. 303 ഷോകളിൽ നിന്ന് 17,500 ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 35 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. 22% ഓക്യുപ്പൻസി. മലയാള സിനിമയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കൊച്ചിയും മറ്റൊന്ന് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് എന്ന് പറയാം. പിന്നീട് നമുക്ക് ബാക്കിയുള്ളത് വരുന്നത്. ഇനിയും നമുക്ക് ഇടുക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ 22 ഷോകളിൽ നിന്ന് 1000-ൽ താഴെ ആളുകൾ, 946 പേരാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. 1,39,000 രൂപയാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 15%. കോട്ടയത്ത് 77 ഷോകളിൽ നിന്ന് 3,647 പേര്, 5,52,000 രൂപയാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 13% ഓക്യുപ്പൻസിയിൽ. ആലപ്പുഴയിൽ 79 ഷോകളിൽ നിന്ന് 6,663 പേർ കണ്ടപ്പോൾ 10 ലക്ഷം രൂപയോളം വന്നു. 25% ഓക്യുപ്പൻസി. പത്തനംതിട്ടയിൽ 39 ഷോകളിൽ നിന്ന് 1,500 പേരുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 2,62,000 രൂപയാണ് ഗ്രോസായി വന്നത്. 16% ഓക്യുപ്പൻസി. കൊല്ലം 110 ഷോകളിൽ നിന്ന് 6,600 മുകളിൽ ആളുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ 10,98,000 രൂപ, അതായത് 11 ലക്ഷത്തോളം രൂപയാണ് പ്രീസെയിലൂടെ വന്നിരിക്കുന്നത്. 19%. തിരുവനന്തപുരം 226 ഷോകളിൽ നിന്ന് 11,380 പേരോളം ടിക്കറ്റ് എടുത്തപ്പോൾ 22,32,000 രൂപ ആണ് വന്നത്. 17% ഓക്യുപ്പൻസി. 1,600 ഷോകൾ ട്രാക്ക് ചെയ്തു. 83,000 ടിക്കറ്റുകൾ വിറ്റു, അല്ലെങ്കിൽ 84,000 എന്ന് പറയാം. 83,921 ടിക്കറ്റുകളാണ് വിറ്റുപോയതായി പ്രീസെയിലിൽ കാണിക്കുന്നത്. 1,39,53,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. 18% കേരളത്തിലെ ശനിയാഴ്ചത്തെ പ്രീസെയിൽ നടന്നപ്പോൾ അഡ്വാൻസ് സെയിലിലൂടെ നടന്ന ഓക്യുപ്പൻസി. ഇന്ന് മികച്ച ദിനമായി പോകുന്നു. പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്രത്തോളം ജനങ്ങൾ കണ്ട ഈ ഒരു ചിത്രം, അതായത് 9 ദിവസം കൊണ്ട് 40 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയ, അല്ലെങ്കിൽ 42 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയ ഈ ഒരു ചിത്രം ഇന്നും ഇതേ തിരക്കിൽ പോകുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.